ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം സമയം 7:50 നൈറ്റ്. എനിക്കാണെങ്കിൽ ഒരു മാഗി കഴിക്കാൻ തോന്നുന്നു ഗൈസ്. സാധാരണ ഞാൻ ഈ ടൈമിൽ ബ്രെഡ് ഓംപ്ലേറ്റോ അതേപോലെ തന്നെ ജസ്റ്റ് ചിപ്സോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് എൻ്റെ വിശപ്പ് മാറ്റാറുള്ളതാണ്. പക്ഷേ ഇന്നെന്തോ മാഗി കഴിക്കാൻ തോന്നുന്നു. അതുകൊണ്ട് ഞാൻ സംഭവം വാങ്ങിച്ചുകൊണ്ടൊക്കെ വന്നു. ഇപ്പിയായിരുന്നു നോക്കിപ്പോയത്, പക്ഷേ ഇപ്പിയില്ല ഗായ്സ്. മാഗി വാങ്ങിച്ചു. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ വേറൊരു സാധനം വാങ്ങിച്ചു. അവിടെ ചില്ലറ ഇല്ലാത്തതുകൊണ്ട് വേറെ സാധനം അവിടെ വാങ്ങിച്ചു. സോപ്പ്, ഇത് കുളിക്കാനുണ്ടാവും. അത് നമുക്ക് അവിടെ വെക്കാം. അപ്പം നമുക്ക് മാഗിയുടെ പരിപാടികളൊക്കെ നോക്കാം. തല്ലി പൊട്ടിക്കൊണ്ട് ഗൈസ് മൊത്തം. നേരത്തെയൊക്കെ ഉണ്ടല്ലോ, വണ്ടി ഉണ്ടായിരുന്നതുകൊണ്ട് വിശക്കുവാണെങ്കിൽ പച്ചിക്കടയിൽ പോയി എന്തെങ്കിലുമൊക്കെ കഴിക്കലായിരുന്നു പതിവ്. ഇപ്പം വണ്ടി കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് ബജ്ജി കഴിച്ചിട്ടൊക്കെ ഒത്തിരി ആയി. അതുകൊണ്ട് ഇന്നിപ്പോൾ അടുത്തുള്ള കടയിൽ പോയി മാഗി വാങ്ങിച്ചത്. ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട്. ഞാൻ എന്നാലും മറ്റേ ഇട്ട് തിളപ്പിക്കുന്ന പരിപാടിയൊക്കെ നിർത്തി. അല്ല, ഇട്ട് തിളപ്പിക്കുക മീൻസ് ഇത് ഇട്ടിട്ട് ബാക്കി വരുന്ന ഊറ്റിക്കളയാലോ എന്ന് ഓർത്തു. അല്ലാണ്ട് മറ്റേ കറക്റ്റ് വെള്ളമൊന്നും എടുക്കാൻ എനിക്കറിയത്തില്ല. പിന്നെ ഒരു മുട്ടയും ഒരു കിഴങ്ങും എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്നാന്ന് വെച്ചാൽ കിഴങ്ങ് പൊരിക്കണം. കിഴങ്ങ് ഇതിനകത്തിട്ട് വെക്കുന്നതിനൊക്കെ എനിക്കിഷ്ടം പൊരിക്കുന്നതാണ്. അതുകൊണ്ട് നോക്കാം. മമ്മ പിന്നെ വേറെ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഇതെടുത്തത് കൊണ്ട് കിഴങ്ങ് അരിയാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ഇച്ചിരി അതിൻ്റെ കൂടെ പോകുന്നു തോന്നുന്നു. തൊലിയുടെ കൂടെ ഇച്ചിരി അങ്ങോട്ട് പോകുന്നു തോന്നുന്നു. കഴിഞ്ഞ ദിവസം കിഴങ്ങ് മുറിഞ്ഞത് ഇതുണ്ടോ, മുറിഞ്ഞു. കിഴങ്ങ് അരിഞ്ഞതാ, കിഴങ്ങ് പൊരിച്ചതാ, ചിപ്സാക്കിയതാ. ഞാനങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നതിൽ എക്സ്പെർട്ടൊന്നും അല്ല. ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കത്തില്ല. ബിരിയാണിയൊക്കെ ഉണ്ടാക്കും, എല്ലാം ഉണ്ടാക്കും. പക്ഷെ മടിയാണ്, സമയമില്ല. എനിക്ക് ഉറങ്ങാൻ തന്നെ സമയം തികയത്തില്ല, പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ പരിപാടി. ഇതുള്ളതിലുള്ള ഗുണം അതല്ല, ഈ സാധനമുള്ള ഗുണം മറ്റേത് പെട്ടെന്ന് താമസിക്കും അരിയാൻ. തിളച്ചോ? ഇത് വെന്ത് കഴിച്ചു. ഇത് ഞാൻ ഉദ്ദേശിക്കുന്നതിനൊക്കെ പെട്ടെന്നാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അത് തിളച്ചു. ഞാൻ ഇനി കിഴങ്ങരിഞ്ഞ് ഇത് പൊരിക്കാനിടണം. ഇതുണ്ടോ, നമ്മുടെ കിഴങ്ങൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ഇനിയിപ്പം കയ്യിലൊന്നും പൊട്ടിത്തെറിച്ചേക്കില്ല. ബാക്കിയും കൂടെ വാങ്ങിച്ചിട്ടിട്ട് ഇതുകൂടെ വന്നു തുറക്കൂ. അയ്യോ, പണി കിട്ടി. ഇന്നലെ സെറ്റ് ചെയ്ത് വെച്ച എണ്ണയിലായിരുന്നു ഞാനിത് പൊരിക്കാൻ വേണ്ടി എടുത്തത്. അതിൻ്റെ കുഴപ്പം എന്നാണെന്നറിയോ, ഞാൻ ഇന്നലെ മറ്റേ കിഴങ്ങ് പൊരിച്ചപ്പോഴത്തേക്ക് കുരുമുളക് പൊടി ഇട്ടായിരുന്നു. സാരമില്ല, ഇച്ചിരി കുരുമുളക് പൊടിയുടെ എഫക്റ്റ് കൂടി ഇരിക്കട്ടെ. ഈ വേസ്റ്റ് ഇനി എന്നാ ചെയ്യണമെന്നറിയോ, നമുക്ക് പറമ്പിക്കളയാം. എനിക്ക് കിച്ചൺ വൃത്തിയായിട്ടിരുന്നില്ലെങ്കിൽ ഭയങ്കര പാടാണ് ഗൈസ്. അത് പോയി. അതിനെ ഞാൻ പറത്തി കിട്ടു. നാളെ ഇനി തൂക്കുമ്പോൾ സെറ്റ് ചെയ്യാം, അത് പൊക്കോളും. ഇനി നമുക്ക് കിഴങ്ങ് സമയം പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിനകത്ത് ഇനി ഉപ്പിടണമെന്നാണ് എനിക്ക് തോന്നുന്നത്. വേണം ഉപ്പിടണം. ഇല്ലെങ്കിൽ ഇതും വെന്തു കഴിച്ച് ഏകദേശം ഓൾമോസ്റ്റ് സെറ്റായി. ഒരെണ്ണം എടുത്ത് കഴിച്ച് നോക്കാവേ. വാവ്, ഇതുണ്ടോ, ഏകദേശം സെറ്റായി. ഇത് ഞാൻ പിന്നെ തീ കുറച്ച് വെച്ചതാണ്. ഇനി ഊറ്റിയെടുക്കണ്ടേ നമുക്കിത്. ഇതും മാറ്റി ഇതും രണ്ടും അടുപ്പേം കത്തിച്ച് വെച്ചേക്കുക. എൻ്റെ അമ്മച്ചി വല്ലതും ഇത് കാണുന്നുണ്ട്, അമ്മച്ചി എന്നെ കാലേ വാരി ഇടിക്കും. കാരണം ഇന്നേ വരെ രണ്ടും ഗ്യാസ് കൂടെ ഒരുമിച്ച് കത്തിച്ച് വെച്ചിട്ടില്ല ഞങ്ങളുടെ വീട്ടിൽ. അതവിടെ ഇരുന്ന് മൂക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇത് ഊറ്റിക്കളയാം. വെള്ളം എടുത്ത് ഊറ്റി മാറ്റാമല്ലേ. ഇത് മറ്റേ സാധനം അരിപ്പയുണ്ട്. വേറെ സാധനം ഉണ്ടായിരുന്നല്ലോ, അത് ചെറുതാണ്. അത് ചെറുതാണ് ഗൈസ്. ഇല്ലായിരുന്നു നമുക്ക് അതിനകത്ത് സെറ്റ് ചെയ്യായിരുന്നു. ഇതിപ്പം തണുക്കട്ടെ. പോവാ. ഇനി ഈ പാത്രം കഴുകണം.
ഈ പാത്രം കഴുകണം, ഇതിൻ്റെ അടിയിലെ പാത്രം കഴുകണം, എന്നൊക്കെ പാത്രം കഴുകണം എന്നറിയാം. ഒരു മാഗി കഴിക്കാനുള്ള ത്വര കാരണം ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. അപ്പം ഇതിൻ്റെ കാര്യവും ഏകദേശമൊക്കെ തീരുമാനമായതുപോലാണ്. ഇത് സെറ്റായി. ഇത് മറ്റേ എൻ്റെ പേരെന്താ, ഈ ഫ്രൈഡ് ചിക്കൻ്റെ കൂടെ ഒക്കെ കിട്ടുന്നൊരു സാധനമില്ലേ, അതുപോലത്തെ ഒരു ടേസ്റ്റാണ് ഇതിനും വരുന്നത്. ഞാനിത് വീട്ടിലുണ്ടാക്കുമ്പം എൻ്റേതായ ടേസ്റ്റിലുണ്ടാവും. മാത്രം ഞാൻ വീണ്ടും തിരിച്ചെടുത്ത് കഴിച്ചു. കാരണം ഇതിനകത്ത് തന്നെ നമുക്ക് ബാക്കി പരിപാടികളൊക്കെ സെറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ ഒരുപാട് പാത്രം കഴിയേണ്ടി വരും. എന്നെക്കൊണ്ട് വയ്യ പാത്രം കഴുകാൻ. ഫുഡ് ഉണ്ടാക്കലൊക്കെ ഓക്കെ, ഈ പാത്രം കഴുകൂടെ ആകുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടുപോകും. ഇത് ഏകദേശം വെള്ളം മാറുന്ന മട്ടാണ്. മാറുന്നു പോയി കഴിച്ച് മൊത്തം പോയി. നല്ലപോലെ വെന്ത് കേട്ടോ എന്ന് തോന്നുന്നു. ഇനി ഇതിനകത്തോട്ട് തന്നെ നമുക്ക് ഇടാം. എന്നിട്ട് ഒരു മുട്ട പൊട്ടി ചോദിക്കണം. ഇതിനി അടുത്ത് എന്താണ് ചെയ്യേണ്ടത്? ഉപ്പിടണോ? ഉപ്പിടണമായിരിക്കും അല്ലേ? ഇനി ഉപ്പെടുക്കാൻ പോവാം. അപ്പോൾ ഉപ്പെടുക്കാൻ പോകുന്നത് ഉപ്പെടുത്തു. ഇനി പോകാം ഗൈസ്. ഇച്ചിരി ഉപ്പിടാം. തീ കത്തിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടിട്ടില്ലല്ലോ, അടി പിടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സാധനം ഉപ്പ് കുറഞ്ഞു പോയാൽ നമുക്ക് കൂട്ടാം, പക്ഷെ ഉപ്പ് കൂടിപ്പോയാൽ കുറയ്ക്കാൻ പറ്റത്തില്ല. തേങ്ങാപ്പാലൊന്നും പിഴിഞ്ഞൊഴിക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തൊന്നുമില്ല. സാധാരണ ആൾക്കാർ ഉപ്പൊക്കെ കൂടിപ്പോകുമ്പോൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിക്കാറാണ് പതിവ്. ഇതിൻ്റെ കാര്യം സെറ്റായി. ഇതും ഏകദേശം മൂത്ത് വരുന്നുണ്ട്. ഇനി ഉപ്പ് പാത്രം കൊണ്ട് തിരിച്ചു നോക്കാം. അടുത്ത പരിപാടി മുട്ട ഒഴിക്കലാണ്. മുട്ടയടിക്കലല്ല, മുട്ട ഒഴിക്കൽ. അയ്യോ, ഇതിനകത്ത് ഉണ്ണിയോടെ ഗൈസ്. ഉണ്ണി വരുന്നില്ല. ഉണ്ണി 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 വെളിവാ ഉണ്ണി. ഇനിയിപ്പം ഇതിനൊരു അടപ്പുണ്ട്. അടപ്പൂടെടുത്ത് നമുക്ക് കളയാനിടാം. അടുത്ത പരിപാടി ഈ സാധനം പൊട്ടിച്ചിടലാണ്. ഇതുണ്ടല്ലോ പാടാൻ. നിങ്ങളെൻ്റെ കൈപിടുത്തമൊക്കെ കാണുമ്പോൾ പ്രൊഫഷണൽ കുക്കറിൻ്റെ കുക്ക് ചെയ്ത ആളുടെ കൂട്ട് തോന്നുമെങ്കിലും അടുത്ത സംഭവം ഇത് കണ്ടോ, പൊട്ടിച്ചു. ഇനിയിപ്പോൾ ഇടലാണ്. ഇത് കൂടി പോകുന്നു. കണ്ടിട്ടാണ് മസാല എല്ലാം. നമ്മുടെ കിഴങ്ങും സെറ്റായി കേട്ടോ, ഫ്രൈഡ് കിഴങ്ങും സെറ്റായി. ഇപ്പം ഈ മസാലയിലിട്ട് നമുക്ക് ആ കിഴങ്ങൂടെ വാരി ഇതിനകത്തോട്ടിട്ട് സെറ്റ് ചെയ്യാം. എണ്ണ ഒഴിക്കണമല്ലോ ഇതിനകത്ത്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി നമ്മുടെ കിഴങ്ങും സെറ്റായി. ഈ കിഴങ്ങും കൂടെ ഇതിനകത്തോട്ട് ഇടണം. അപ്പം പിന്നെ നമ്മുടെ ഓൾമോസ്റ്റ് പരിപാടികളൊക്കെ സെറ്റായി. ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വേവിച്ചിളക്കിയെടുത്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. എണ്ണ ഒഴിച്ചു കൊടുത്തേ. ശരി എന്ന് തോന്നുന്നു. ഇപ്പം നമ്മുടെ മാഗിയുടെ കോലമാണ്. ഇത് കണ്ടോ, ഇതിനെയും സെറ്റ് ചെയ്തെടുക്കണം. ആവങ്ങോട്ട് ഇതെന്നാ ആവാത്തേ? ഇതാവുന്നില്ല ഗൈസ്. ആവണ്ടാണല്ലോ. സെറ്റായി ഗൈസ്. മിക്കവാറും ഇത് മാഗി മാറി മാഗി കുഴച്ചതാവുമോ എന്നാണ് എൻ്റെ ഒരു സംശയം. കാരണം ഇത് നല്ലപോലെ വെന്തു, സംഭവം ഫ്ലോപ്പാണ്. പിന്നെ ടേസ്റ്റ് കൂടെ നോക്കിയാൽ മതി. ലുക്കിലല്ലല്ലോ വർക്കിലല്ലേ കാര്യമെന്ന് പറയുന്നത്. ഇപ്പം ലുക്കൊന്നും ഇല്ല, കളറൊന്നും ഇല്ല. പക്ഷേ എന്താണ് ഇനി ആ ടേസ്റ്റ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ആ മുട്ടയൊക്കെ ഇട്ടേക്കുന്നുണ്ട്. പടച്ചവനെ, ഞാൻ ആദ്യമായിട്ടാണ് തെറിച്ചൊക്കെ പോകുന്നു. മുട്ടയൊക്കെ ഇട്ട് ആദ്യമായിട്ടാണ് ഭാഗ്യം ഉണ്ടാക്കുന്നത്. അവസാനമായിട്ട് ഉണ്ടാക്കിയ ചിക്കൻ മാഗി അതൊരു 1.5 വർഷം മുന്നെയാണ്. അതിനുശേഷം എനിക്ക് തോന്നുന്നു മാഗിനോ കഴിച്ചായിരുന്നു. ഞങ്ങൾ മൂന്നാറ് ട്രിപ്പ് പോയപ്പോൾ ഒക്കെ കഴിച്ചായിരുന്നു. വീട്ടിൽ ആവും, സെറ്റാവും എന്നുള്ള ശുഭപ്രതീക്ഷ. അതാവുന്ന ടൈം കൊണ്ട് നമ്മൾ ഈ അഴുക്കായ പാത്രങ്ങളൊക്കെ നമുക്ക് കഴുകി വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുഡൊക്കെ ഉണ്ടാക്കാനൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്നതാണ്. പക്ഷേ പാത്രങ്ങൾക്ക് നമ്മളെ കൊണ്ട് ഒക്കുന്ന പരിപാടിയില്ല. അമ്മച്ചി ഇനി അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്ക് അടുക്കളയൊക്കെ ക്ലീൻ അല്ല എങ്കിൽ അതിൻ്റെ പേരിൽ ഞാൻ കേൾക്കേണ്ടി വരും. അപ്പം ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചില്ല എങ്കിൽ എന്താണ്, ഇതിങ്ങനെ കിടക്കത്തേ ഉള്ളൂ. അപ്പം എന്തേ നമ്മുടെ മാഗി സെറ്റായി. ഞാൻ തീ ഓഫ് ചെയ്തു. അടുക്കളയും കാര്യങ്ങളൊക്കെ ക്ലിയറാക്കി പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. ഇനിയിപ്പം കഴിക്കാം. വേറെ പാത്രം എടുക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല. കഴിച്ച് ഒരു പേപ്പർ വിരിക്കാം. എന്നിട്ട് നമുക്ക് ആ നിലത്തിരുന്നിട്ട്
ബാക്കി തന്നെ നിലത്തൊന്നും ഇരിക്കണമെന്നില്ല, ഇവിടെ തന്നെ ഇരുന്ന് മാക്കി കഴിക്കാം. ആ ചട്ടി ഓടിക്കും എടുത്തോണ്ട് വരുവാണ് കേട്ടല്ലോ. ചൂട് ഇപ്പോൾ ഒരു കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ചൂട് മാറിയിട്ടെടുക്കാം. സംഭവം ഇനി കഴിച്ച് നോക്കണം ഇതിൻ്റെ ടേസ്റ്റ് എന്നാന്ന് അറിയണമെങ്കിൽ. ഇത് സംഭവിച്ച് കുഴഞ്ഞു പോയി. കൊള്ളാം ഗൈസ്, കൊള്ളാം. ഇത് മുട്ടയുടെ അതിപ്രസരവും കിഴങ്ങിൻ്റെ സംഭവങ്ങളെല്ലാം കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ലുക്കിലല്ല കാര്യം, വർക്കിലാണ് ഗൈസ് കാര്യം. ഇത് അത്യാവശ്യം വർക്കായി. എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഒരു കടിഞ്ചായയുടെ കാര്യം ഓർക്കുന്നത്. അതില്ലാതെ നമ്മുടെ ഫുഡ് സ്നാക്സ് എന്താണത്, ഒരു ഇൻകംപ്ലീറ്റ് ആണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു കടിഞ്ചായയും കൂടെ കുടിച്ചു കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. ഈയിടെ ആയിട്ട് ഇച്ചിരി കടിഞ്ചായ കൂടി കൂടുന്നുണ്ട് ഗൈസ്. സംഭവം സെറ്റായി. പഞ്ചസാരയൊക്കെ കലങ്ങി. നമ്മൾ കഴിച്ച പാത്രത്തിൽ അവിടെ കിടപ്പുണ്ട് കേട്ടോ, അതിൻ്റെ അടിയിലേക്ക് ഇച്ചിരി പിടിച്ചായിരുന്നു. അതുകൊണ്ട് അതിന് കഴുകി വരുമ്പോഴത്തേക്ക് സമയം പിടിക്കും. സംഭവം സെറ്റാണ്. ഇനിയിപ്പോൾ ഒരു കടിഞ്ചായയോടെയും കൂടെ ആയി കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ ശരി ഗൈസ്, ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഈ കടിഞ്ചായ പിടിച്ചിട്ട് ഞാനൊന്ന് അത്താഴം കഴിക്കട്ടെ. ഗുഡ് നൈറ്റ്.